ഭർത്താവിന്റെ കൂട്ടുകാർ പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വന്നു. ചോദിച്ചതും നമ്മൾ ഈച്ചയുടെ വീട് പണിയുടെ കാര്യം എന്തായിരുന്നു? നമുക്കൊരു അബദ്ധം പറ്റി കേട്ടോ. ഇന്ത്യ കമന്റ് വന്നായിരുന്നു, ഇന്റർവ്യൂവിന് പോകുന്നുണ്ടോ? ഇന്റർവ്യൂന് അച്ഛയുടെ തോളയിലല്ലേ? പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കും. നമ്മള് നല്ല സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ആമിച്ചൻ സ്കൂളിൽ പോയേക്കുവാണ്. നാളെ കൂടെ ഉണ്ട് സ്കൂള്. അപ്പൊ നാളെ ആമിച്ചിന്റെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ്. നാളെ സാന്റ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. സത്യമായിട്ട് നമ്മളാണ് മേടിച്ചു കൊടുത്തു വിടുന്നത്. അപ്പൊ അവിടുന്ന് എന്നിട്ട് സാന്റയും കൊണ്ട് കൊടുപ്പിക്കും. അപ്പൊ സാന്റ കൊടുത്ത പോലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും കേട്ടോ. അവർക്ക് അറിയത്തില്ല. സർപ്രൈസ് ആയിട്ട് നമ്മൾ അവരുടെ അടുത്ത് സ്കൂളിൽ എത്തിക്കും. വെച്ചേക്കും, ബാഗ് വെച്ച് അവൾ അറിയാതെ കൊടുത്തു വിടും. അവിടുന്ന് ടീച്ചറെ അടുത്ത് മാറ്റും. അങ്ങനെ കൊടുക്കും കേട്ടോ. നാളെ അതെ അതെ. അപ്പൊ ഹാപ്പി ആവും, നല്ല ഹാപ്പി ആവും. പിന്നെ ലച്ചുട്ടി അപ്പുറത്ത് കിടന്ന് ഉറങ്ങുന്നത് കേട്ടോ. ഞാൻ തൈരൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ മത്തായിട്ട് നിൽക്കാണ്. പിന്നെ ഞാനിപ്പം ജിമ്മിൽ പോകുന്ന ഓരോരോ ഐറ്റംസ് ഇങ്ങനെ മേടിച്ചുകൊണ്ട് വരും കേട്ടോ. അപ്പൊ ഞാൻ ഇപ്പൊ ഫ്രിഡ്ജ് തുറന്നപ്പോഴത്തേക്കാണ് കറക്റ്റ് വേണ്ടത് 200 എന്റെ 500 ആണ്. അപ്പൊ അത് ഫുള്ള് കുടിക്കത്തില്ല. അപ്പൊ ഇപ്പം 200 കുടിച്ചപ്പോഴത്തേക്കും നല്ല മത്തായി കേട്ടോ. 200 ml ആണ് കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് കുറെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടുണ്ട്. കുഞ്ചൂസ് ഇവിടെ ഒരു കേക്ക് പ്രിപ്പറേഷനിലാണ്. ആ കൂട്ടത്തില് അമ്പിളി ചേച്ചിയുടെ വീട് പണി എന്തായെന്ന് നോക്കാം. അതേപോലെ കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്റർവ്യൂവിന്റെ കാര്യം എന്തായി, ആ കാര്യങ്ങളൊക്കെ ഇന്ന് പറയണം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലോട്ട് പോകാം. 2-3 ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇല്ലായിരുന്നു. കടയിൽ കുറച്ച് നമ്മൾ അടുക്കിപ്പറക്കും പരിപാടി, പിന്നെ നമ്മൾ കുറെ പരിപാടികളിലായിരുന്നു. മൊത്തം ഒന്ന് ക്ലീനപ്പ് ആക്കുകയും മൊത്തം റീഅറേഞ്ച് ചെയ്ത് കുറെ അങ്ങനെ ഒരു ദിവസം നമുക്ക് പോയി ഫുള്ള് കംപ്ലീറ്റ് ഷോപ്പിലായിരുന്നു. പിറ്റേ ദിവസം വന്നപ്പോഴത്തേക്കുമാണ് നമ്മുടെ ഉത്സവത്തിന്റെ വീഡിയോ എടുത്ത്. അത് എന്ത് ചെയ്താൽ സേവ് ആവുന്നില്ലായിരുന്നു. ഒരു ദിവസം 2 ദിവസം നമുക്ക് ഭയങ്കര അത് സേവ് ആകുന്നേ ഇല്ലായിരുന്നു ആ വീഡിയോ. പിന്നെ ഞാൻ കുറേയൊക്കെ ഡിലീറ്റ് ആയി കളഞ്ഞിട്ടൊക്കെയാണ് സേവ് ആയത്. പിന്നെ വേറൊരു വീഡിയോ അതിലോട്ട് എടുക്കാനും പറ്റില്ല. നമുക്ക് സ്പേസിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് നമുക്ക് കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഒന്നും ഇല്ലല്ലോ. ഉള്ള ലാപ്ടോപ്പ് കടയിലാണ്, ബില്ലിങ്ങിലാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വീഡിയോ ഒരു ദിവസം ഇല്ലാതായി പോയത്. 1-2 ദിവസം ഇല്ലാതായിപ്പോയി കേട്ടോ. അപ്പം എല്ലാവരും ക്ഷമിക്കുക, അതേ പറയാനായിട്ടുള്ളൂ. പിന്നെ നമ്മള് എല്ലാ വർഷവും നമ്മൾ ഇപ്പം നല്ല സത്യം പറഞ്ഞാൽ നല്ല ടൈറ്റിലാണ് പോകുന്നത്. എങ്കിലും എല്ലാ വർഷവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പൊ ഒരു കാര്യമുണ്ട്. അത് ഇങ്ങനെ കമന്റ് ഇടുന്നവർക്ക് നമുക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് ഈ ക്രിസ്മസ് വരെ ഇനിയിപ്പോ കുറച്ച് ദിവസമല്ലേ നമ്മുടെ ഒരു ക്രിസ്മസ് സമ്മാനം എന്ന രീതിയിൽ നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ എല്ലാവരും കമന്റ് ഇട്ടു, എന്നിട്ട് ലൈക്ക് അടിച്ചിട്ട് എനിക്ക് 88 48 65 79 61 ഈ നമ്പറിലോട്ട് ഒരു സ്ക്രീൻഷോട്ട് കൂടെ അയക്കണം കേട്ടോ. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്കും ഞാൻ എല്ലാ ദിവസത്തെ നമ്മൾ ലച്ചുകൂട്ടിനെ ആമിച്ചിനെ കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെ നറുക്കെടുപ്പിച്ചിട്ട് പേരെഴുതി നറുക്കെടുപ്പിച്ചിട്ട് ഇപ്രാവശ്യം രാഹുലിയുടെ ഉണ്ട് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് നറുക്കെടുപ്പിച്ചിട്ട് നിങ്ങൾ ഒരാൾക്ക് ഒരു ഒത്തിരി റേറ്റിന്റെ അല്ല എങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു രീതിയിൽ ചെറിയൊരു ഗിഫ്റ്റ് നിങ്ങൾക്ക് വീട്ടിലെത്തിച്ചേരും കേട്ടോ, ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴത്തേക്കും. അപ്പൊ എല്ലാവരും പോയിട്ട് ഓടിപ്പോയി കമന്റ് ഇട്ട് ലൈക്ക് ഇട്ടോളൂ. അപ്പം ഇന്റർവ്യൂവിന്റെ കാര്യങ്ങളും നമ്മൾ ചേച്ചിയുടെ വീടിന്റെ കാര്യങ്ങളും അതേപോലെ ഇന്ന് കുഞ്ചൂസ് എന്ത് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. നേരെ വീഡിയോ പോവാം. അപ്പൊ എല്ലാവരും ഓടിപ്പോയിട്ട് ലൈക്ക് അടിച്ചോ, മറക്കണ്ട, കമന്റ് ചെയ്തോ, നേരെ സ്ക്രീൻഷോട്ട് അയച്ചോ. ഗിഫ്റ്റ് നിങ്ങൾക്ക് വരും കേട്ടോ. ഓക്കെ. ഭർത്താവിന്റെ കൂട്ടുകാർ പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വന്നു. ചോദിച്ചതും ക്യാരറ്റ് ഹൽവ. പക്ഷെ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കി എനിക്ക് അറിയത്തില്ല. നമ്മുടെ ഹോക്കിൻസ് കോണ്ടോർ ഉണ്ടല്ലോ, അതിലാണ് സാമ്പാർ ഇരിക്കുക. തന്നെ ഒരു കേക്ക് ഉണ്ടാക്കിയേക്കാണ്. ഒരു ക്യാരറ്റ് കേക്കാണ് നമ്മളോട് ഉണ്ടാക്കുന്നത്. ദിവസമായി എനിക്ക് സമാധാനമില്ല. എനിക്കിങ്ങനെ ഉണ്ടാക്കാൻ ഒരു കാര്യം ഇങ്ങനെ മനസ്സ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കി സമാധാനമില്ല. അപ്പൊ ക്യാരറ്റ് പിന്നെ രാവിലെ എടുത്ത് സാമ്പാറും വെച്ചു. പിന്നെ ചേട്ടനും എടുത്ത് ഇപ്പൊ ഞാൻ ക്രിസ്മസ് ആയിട്ട് ക്രിസ്മസ് സ്പെഷ്യൽ കേക്ക് ആണ് കേട്ടോ. അപ്പൊ ഇപ്പൊ കുറെ ദിവസമായിട്ട് കുഞ്ചൂസ് കേക്ക്, കുക്കീസ് അത് ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കാരണം രസമാണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആദ്യമായിട്ട് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ സക്സസ് ആകുമ്പോൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ ഒരു പ്രചോദനമാവുന്നത്. അങ്ങനെ എല്ലാ ബേക്കേഴ്സും എല്ലാവരും ഇങ്ങനെയല്ലേ. ഇപ്പൊ നല്ല നിൽക്കുന്നതൊക്കെ ആദ്യമായിട്ട് ഓരോ സാധനം ഉണ്ടാക്കി ഫ്ലോപ്പ് ആയിപ്പോയി വീണ്ടും അത് വിടാതെ ഒന്നിലും അതിൽ തളരാതെ വീണ്ടും മുന്നോട്ട് വന്നാണ് ഇപ്പൊ ഭയങ്കര നിലയിൽ. നാളെ ഞാൻ വലിയ നില എത്തിന്നിരിക്കും. അവിടെ ചാടല്ലേ നില കയറിയിട്ട്. അപ്പൊ നമുക്ക് കേക്ക് ക്യാരറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അരക്കപ്പ് പഞ്ചസാര ഇട്ടല്ലേ. ജീവൻ ഞാൻ അവിടെ ഇതിനകത്തുണ്ടാക്കുക ഇവിടെ ആയോട്ടെ പറയാൻ പറ്റില്ലേ.
ഇതുപോലെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് ഓർക്കുന്നുണ്ട് എന്റെ കേക്ക് ആയത് തള്ളി മറിക്കും കേട്ടോ. ഇത് ചെയ്തോണ്ടിരിക്കും എന്റെ പ്ലം കേക്കിന് ഇച്ചിരി കൂടി ഞാൻ ചേർത്തത് കൂടെ എന്ത് രസം നോക്കി. സ്വർണ്ണ മുത്തുകള് പോലെ ഉണ്ട് അല്ലേ. എനിക്ക് വന്ന് ഫ്രാഷൻ ഫുഡിന്റെ സാധനം എടുത്തിട്ട് അത് ശരിയാ. അതിന്റെ ഇത് തോന്നുന്നുണ്ട്. അത്ര എക്സ്പെൻസീവോട്ട് പോകാറായിട്ടില്ല. നമുക്ക് ഫ്രാഷൻ ഫുഡ് തന്നെ നടക്കണ്ട. ഫ്രാഷൻ ഫ്രൂട്ട് തന്നെ സ്വർണ്ണത്തിലോട്ട് പോകാറായിട്ടില്ല. ആദ്യമേ സ്വർണം വെച്ചല്ലേ കൊണ്ട് എടുക്ക് അങ്ങനെ പറഞ്ഞില്ലേ. ഓരോ പ്രാവശ്യം പച്ച കളറാവും കറുത്ത കളറാവും പിന്നെയും പരാതി പറയാൻ തുടങ്ങിയല്ലേ. ഇന്നില്ലാണ്ട് എന്നാലെങ്കിലും എടുത്തരുമല്ലോ. സ്വർണ്ണമല്ലേ അവിടെ ഇരുന്നിട്ട് കാര്യം എടുക്കുമ്പോട്ട് പണനെങ്കിൽ ഇനിയിപ്പോ അടുത്ത വീക്ക് ഈ ഒരു മാസം കൊണ്ട് ഒരു ശനുവോടെ കടങ്ങൾ ഒതുങ്ങും. അതിന് ശേഷം എടുത്തു തരാം കേട്ടോ. എല്ലാ പ്രശ്നം തീരുമല്ലോ. നമ്മളിവിടെ ക്യാരറ്റ് ഇടാം കേട്ടോ. ക്യാരറ്റും ഡേറ്റ്സും കൂടി ഇട്ട് ക്യാരറ്റും ഡേറ്റ്സും ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കാം കേട്ടോ. ഡേറ്റ്സിന്റെ വില ചോദിച്ചു ഭയങ്കര വില. ഞാൻ വിനോർത്തോ പിന്നെ വേറെ വേണ്ടിന്ന് ഒരു 35 രൂപ എടുത്ത് 5 ക്യാരറ്റ് കിട്ടി. അത് 2 ക്യാരറ്റ് എടുത്ത് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കാം. അത്യാവശ്യം ഇതിനകത്ത് ഇടുന്ന തന്നെ വേണം. ഏവണം പച്ച ഇതെല്ലാം മാറി കുറച്ച് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 3 മുട്ട വേണം കേട്ടോ. 3 മുട്ട വേണം കേട്ടോ. എന്താ കച്ചനെ എന്തത് മുട്ടയും. ഞാൻ ഈ എടുക്കുന്ന അളവ് കറക്റ്റ് ആണോ കേട്ടോ ഈ പ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം കുക്കീസ് പോലെയല്ല. പക്ഷെ കുക്കീസ് അടിപൊളിയായിരുന്നു കേട്ടോ. ഇന്നലെ സാന്താക്ലോസിന്റെ സിനിമ കണ്ടിയാണേ, ഇംഗ്ലീഷ് പടം. അതിനകത്ത് നീ ഉണ്ടാക്കിയ സെയിം കുക്കീസ് തിന്നുന്നത് സാന്താക്ലോസ്. മൈ ഗോഡ് കറക്റ്റ്. ഇന്നലെ മിനിയാന്ന് കണ്ട ഇറങ്ങിയ പടം അത്. അടിപൊളി പടം. അതിനകത്ത് കറക്റ്റ് കുഞ്ചൂസ് ഉണ്ടാക്കിയ പോലത്തെ കുക്കീസ്. നീ ആരെ കണ്ട് ചെയ്തതാ? ഞാൻ ഏതോ ചാനലിലെ കണ്ടിട്ടുണ്ട്. അതൊരു ചേച്ചിനെ അറിയാം നേരത്തെ. പക്ഷെ എവിടെ പരിചയം എനിക്ക് അറിയത്തില്ല. ഏതോ ചാനലിൽ കുക്കർ ഷോ നടത്തിക്കൊണ്ടിരുന്ന ചേച്ചിയാ. ആ ചേച്ചിക്ക് ഇപ്പൊ യൂട്യൂബ് ചാനലുണ്ട്. അത് ആ ചേച്ചിയെ കണ്ട ഞാൻ ചെയ്ത. ഞാൻ ഇതുകൊണ്ട് കഴിയിട്ട് കൈ സ്വന്തം ഇഷ്ടത്തിന് 2 അടപ്പ് എസൻസ് കഴിക്കുന്നുണ്ട് കേട്ടോ. അത് നേരെ അടുത്ത അളവൊന്നും അല്ലല്ലോ. അല്ല വാനിലേസിന്റെ മുട്ടയുടെ മണം നമുക്ക് ഇഷ്ടമില്ലല്ലോ. അപ്പൊ നമുക്ക് അത്യാവശ്യം ഒത്തിരി അല്ല കൂടുതലല്ല കേട്ടോ. ഈ അടപ്പിന് ചെറിയ കുഞ്ഞടപ്പ് മണം ഇഷ്ടമില്ല. കേട്ട് കാണണം. ഞാൻ ഈ പ്രാവശ്യം മറ്റേ നമ്മുടെ ബീറ്റർ യൂസ് ചെയ്യുന്നില്ല. വിസ്ക് കൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത്. ബീറ്റർ യൂസ് ചെയ്യുന്നത് ഉണ്ടിക്കുന്ന പറ്റി താഴത്തില്ലെന്ന് പൊട്ടത്തില്ലെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. പൊട്ടടാ ഞാൻ പ്രസ് ചെയ്യുന്നുണ്ട്. അതാണ് കുഞ്ഞുണ്ടല്ലോ. മതിയാ? അത്ര മതി. നമ്മൾ ഒത്തിരി ബീറ്റ് ചെയ്യുന്നുണ്ടാ. ഒന്ന് എങ്കിൽ റെഡി ആവാത്തൊക്കെ ഒത്തിരി പേര് പറഞ്ഞാൽ നമ്മൾ. അല്ല എല്ലാരും കമന്റ് ചെയ്തായിരുന്നു നല്ല ബേക്കേഴ്സ് എന്നെ പോലുള്ളവരല്ല. ഇനി നിങ്ങൾക്ക് എന്ത് വാങ്ങത്തില്ലേ? ഇനി നമ്മള് മറന്നുപോയി. ഇനി നമ്മള് മൈദ എടുത്തിട്ട് വരാം കേട്ടോ. ഞാൻ നേരത്തെ എല്ലാം എടുത്ത് വെച്ചിട്ടില്ല. കാരണം ഇത് ഇപ്പൊ തന്നെ ഉണ്ടാക്കുന്ന എന്നുള്ളത് എന്റെ ഒരു ഇതായിരുന്നു, നിർബന്ധമായിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാം നേരത്തെ എടുത്ത് വെച്ചില്ല. മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ചെയ്യുന്നതിനോട് ഇപ്പൊ എനിക്ക് താല്പര്യമില്ല. മൈദ എല്ലാം തപ്പി എടുക്കണം. അതുകൊണ്ട് മുൻകൂട്ടി പ്ലാൻ ചെയ്യാത്തോണ്ട്. അയ്യോ ഞാൻ മൈദ കേക്ക് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാ പറഞ്ഞ മൈദ മേടിച്ചില്ലെന്നുള്ള. അപ്പൊ അത് തപ്പി എടുക്കാൻ കുറച്ച് സമയം എടുക്കും. കാരണം പ്ലാൻ ഇല്ലാതെ തപ്പിട്ട് വരാം.
വിളിക്ക് ആ പൊട്ടിയാ ആശാനെ വിളിക്ക്. അല്ല ഹൈലൈറ്റിന്റെ മൈദ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു ആദ്യം ഒരു പാക്കറ്റ് എടുത്തു. അത് അപ്പൊ പൊട്ടിയിട്ട് തിരിച്ചു വെച്ചാ. പക്ഷെ അത് ഇപ്പൊ അത് കഴിഞ്ഞ് എടുത്തതും പൊട്ടി കൊണ്ടു. അപ്പൊ ഞാനത് അതിന്റെ തുള്ളി പോയെന്ന് ഞാൻ ഇങ്ങനെ പാത്രത്തിൽ ഇട്ട് വെച്ചാട്ടോ. അത് മറന്നുപോയി. അതുകൊണ്ട് ഓർമ്മശക്തി ഭയങ്കര വൈകിട്ടാണല്ലോ. എന്റെ ശക്തി ഓർമ്മശക്തി വിമാനമാണ്. ഇതൊരു 1.5 കപ്പ് മൈദ വേണം. 1.5 കപ്പ് മൈദ, ബേക്കിംഗ് സോഡ വേണം, ബേക്കിംഗ് പൗഡർ വേണം, ഇത് രണ്ടും ഇടണം. പിന്നെ വേണ്ട നമുക്ക് ഇച്ചിരി ഉപ്പ് കൂടെ ഇട്ടിട്ട് ഇതിനകത്തോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾ ഇത് ശ്രദ്ധിച്ചോണേ, ഉപ്പിടാൻ മറന്നു പോകും. ഏറ്റവും അവസാനമായിരിക്കും പറയുന്നത് ഉപ്പിട്ടില്ല. ഞാൻ പറയട്ടെ, നമ്മള് മറ്റേ കുക്കീസ് ഉപ്പിട്ടില്ല ഇട്ടിട്ട്. പക്ഷെ അതല്ല, ഉപ്പിടി ഇട്ടിരുന്നെങ്കിൽ ആ മധുരം ബാലൻസ് ആകത്തുള്ളൂ. എനിക്ക് മധുരം കൂടുതലായിട്ട് തോന്നിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര മധുരം ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ ഇവർക്കെല്ലാം ഇവർക്കൊന്നും ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഇവര് സാധാരണ മധുരം കൂടിയെന്ന് പറയുന്നവരാ. ശരിയെല്ലാം പറഞ്ഞു സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞു. എന്റെ ആമിച്ച സ്കൂളിൽ മുഴുവൻ കൊണ്ടുപോയി കുക്കീസ്. സ്കൂളിൽ അച്ഛൻ ചായക്കാത്തൊക്കെ ഞാൻ 2 എണ്ണം തിന്നുള്ളൂ. ഇവര് തിന്നോട്ടെ വിചാരിച്ചു. നമ്മളുണ്ടാക്കി തിന്നാൻ സമയം കിട്ടിയിട്ട് മറന്നു പോകും. പിന്നെ ഇങ്ങനെ 1.5 ടീസ്പൂണ് നമ്മുടെ ബേക്കിംഗ് പൗഡർ ഇതിനകത്തോട് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഇത് മൈദയാണ് കേട്ടോ. മൊത്തം കഴിച്ചേക്കല്ലേ ഇതുപോലെ തടിയായി റെഡി ആയത്. അതൊക്കെ ഞാൻ ഇട്ട് ഇതെന്തോ സംഭവം. ഇത് നമ്മുടെ നമ്മുടെ സോഡ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ കേട്ടോ. ഉണ്ടോ? നന്നായിട്ട് അരിച്ചു കേട്ടോ. അരിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇത് മിക്സ് ചെയ്യാം. ഇവിടെ മെഷീൻ ഒന്നുമില്ല, ഇവിടെ തന്നെയാണല്ലോ മെഷീൻ. അപ്പൊ ഞാൻ ഇപ്പൊ വരും നൽകി. ഇത് പെട്ടെന്നായല്ലോ. എന്നെ കൊണ്ട് പെട്ടെന്ന് പറ്റും കേട്ടോ. കറക്ക് ആ കൂട്ടത്തിൽ തന്നെ കറക്കും. ബിസ്ക് കറങ്ങുന്നാലും കറങ്ങിയിടങ്ങി. ബോധം വന്നിട്ട് കേക്ക് കഴിക്കാതെ ചേട്ടായി നമ്മളോടെ കല്യാണത്തിന് മുമ്പ് സൂപ്പർ മാർക്കറ്റിൽ പോയ കഥകള് ചേട്ടായി പറയും. സൂപ്പർ മാർക്കറ്റിൽ വെച്ച് തല ഇറങ്ങി വരുന്നത്. ലിസ്റ്റ് വായിച്ചിട്ട് സാധനം എടുക്കാൻ ചാക്കെടുക്കാൻ പോയ ഗ്യാപ്പുള്ളൂ. അവളെ കിടക്കുന്നത്. അപ്പൊ തന്നെ വന്ന വണ്ടിയിലെടുത്തിട്ട് നേരെ ആശ്രയം പോയിട്ട് ട്രിപ്പ് കിട്ടും. പൊറോട്ട ഉണ്ടാക്കുന്നേ എനിക്കറിയാനൊന്നും പാടില്ല. താഴ്ത്തു ഇങ്ങനൊക്കെ കുത്തല്ലെന്നാ അതിന്റെ കേക്ക്. ഇന്ന് നമ്മൾ ഇടുന്നത് സിനമൺ പൗഡർ ആണ് കേട്ടോ. സിനമൺ പൗഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ കറുവാപ്പട്ട എന്നൊക്കെ പറയും. കറുവപ്പട്ട പൊടിച്ചതാണ് കേട്ടോ. ഞാനിപ്പോ പൊടിച്ചതാണ് കേട്ടോ. നമ്മുടെ കയ്യിലുള്ള നല്ല നീ പൊടിച്ചാണോ? യെസ് ഓഫ് കോഴ്സ്. ഞാൻ മില്ലിക്കൊണ്ട് ഞാൻ പഠിപ്പിച്ചോന്ന്. ഇത് സ്കിപ്പ് ചെയ്യല്ല കേട്ടോ. ഞാനൊരു കാര്യം ചോദിക്കണം എന്ന് ഓർത്ത്. നിങ്ങൾ ആരെങ്കിലും ഞാൻ ഉണ്ടാക്കി എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എനിക്ക് അതുപോലെ എങ്ങനെ വരുന്നെന്ന് അറിയാലോ. എങ്കിലും കുറച്ചൊന്ന് റെഫറൻസ് ഒക്കെ ചെയ്തിട്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കി പോലെ നമുക്കൊരു അബദ്ധം പറ്റും കേട്ടോ. നമ്മൾ മുട്ട ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും അറിയാവുന്നവർക്ക്. മുട്ട ഇട്ട് കഴിഞ്ഞ് നമ്മൾ വാലാ സോസ് വെച്ച് കഴിഞ്ഞിട്ട് ബീറ്റ് ചെയ്തിട്ട്
നമ്മൾ ബ്രൗൺ ഷുഗർ കൂടി ഇടണമായിരുന്നു കേട്ടോ. ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ നമ്മൾ സാധാരണ പഞ്ചസാര പൊടിച്ചാണെങ്കിൽ ഒരു 3/4 കപ്പ് ഇടണമായിരുന്നു. പക്ഷെ അത് നമ്മളിങ്ങനെ വാചകടിയുടെ ഇടയ്ക്ക് നമ്മുടെ സ്കിപ്പായിപ്പോയി. മൊത്തത്തിൽ കൊള്ളവോന്നറിയില്ല. എങ്കിലും നമുക്ക് ഇതിന്റെ പുറകെ ഒന്ന് ഇട്ട് നോക്കാം കേട്ടോ. ഇതിന് മിക്സ് ചെയ്ത് നോക്കാം കേട്ടോ അങ്ങനെ ആവുന്ന. അതോ എത്ര വേണ്ട? 3/4 കപ്പ്. അല്ല ഞാൻ പറയട്ടെ, ഇത് ചെയ്തോണ്ടിരുന്നപ്പോ ഇടയ്ക്ക് ബാറ്റർ ഇങ്ങനെ കട്ട് ചെയ്യും. ലാസ്റ്റ് തീരാറായപ്പോ അപ്പൊ ഞാൻ എന്താ ഇത്രയും ബാറ്റർ ഇങ്ങനെ കട്ട് ചെയ്യാന്നെന്ന് ഓർത്ത്. അത് കഴിഞ്ഞപ്പോഴും ദൈവമേ ഇതെടുത്ത് ഞാൻ ഓൾറെഡി വെച്ചു ഇവിടെ. പക്ഷെ ഇത് ഇങ്ങോട്ട് നീങ്ങിയിരിക്കുവായിരുന്നു. പഞ്ചസാര ഇട്ടപ്പോ ഇപ്പൊ കറക്റ്റ് അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കി മൈദയും കൂടെ ഇട്ട് കൊടുക്കുന്ന കേട്ടോ. അപ്പൊ നമുക്ക് ക്യാരറ്റ് കാരമൽ ചെയ്ത് എടുത്തിടാം കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. അങ്ങനെ തന്നെയാണോ? സത്യമാണോ? അന്ന് കറക്റ്റാണോ? കാൽമൈസ് ചെയ്തിട്ടല്ലേ ആ മറ്റേ അതിന്റെ പേരെന്നായിരുന്നു? വിസ്ക് അല്ല, മറന്നുപോയി. സ്പാച്ചില. അപ്പൊ നമുക്ക് ചട്ടുകം വെച്ച് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒന്നുമോനെ ഉപ്പിട്ടിട്ട് വരാവോ? കാണിക്കാനോ? ഒന്ന് ഉപ്പിട്ടിട്ട് വരാവോ? ഉപ്പിട്ടിട്ട് വാ. ഇപ്പൊ വരെ ഇത് ക്യാരറ്റ് കേക്ക് ആയിട്ടുള്ളൂ, വെറും ക്യാരറ്റ് കേക്ക്. ഇപ്പൊ ഞാൻ ഈ ഇളക്കുന്ന വരെ. ഇനി ഇത് റിച്ച് കാരമൽ കേക്ക്, പക്ഷേ കാരമൽ അല്ലേ ക്യാരറ്റ് കേക്ക് ആക്കാൻ പോകുന്നത്. ഞാൻ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ഇടാൻ പോണേ. ഇമ്പോർട്ടന്റ് നട്ട്സ് ആണ് കേട്ടോ. കേഷ്യൂ സ്റ്റോഴ്സിന് വാങ്ങിച്ചാണ്. അവർക്ക് ഇഷ്ടമുള്ള ഉടുപ്പ് അവളെ എടുത്തിട്ട് വരുന്നുള്ളൂ. ഉടുപ്പിടാൻ വേണ്ടി പോയി കേട്ടോ. വേറെ കൂടി അത് കേട്ടോ. ചട്ടുകം വെച്ച് കുറച്ച് നേരം നമ്മക്ക് എടുക്കാം കേട്ടോ. ആരാ കൊതി വിഴുങ്ങുന്നേ? ആരാ കൊതി വിടുന്നേ? കൊതി വിടുന്ന നോക്കി. കൊതി വിടുന്നോ? കൊതി വിടുന്നു. ആണ് ഇനി ചൂപ്പരാൻ അങ്ങ് പറഞ്ഞാടി കേട്ടോ. അയ്യോ അയ്യോ മോനെ, സുരക്ഷനൊക്കെ വന്നിട്ടേ. പല്ല് കാണിച്ച പല്ല് ഇങ്ങനെ കാണിച്ചു. ഇങ്ങനെ ആ നാക്കകത്തിട്ട് എന്റെ പല്ല് കാണിച്ചേ. ഇങ്ങനെ താന് ഇത് കേട്ടോ കൊമ്പൻപല്ല് കേട്ടോ. കുഞ്ചൂസിന്റെ കൊമ്പൻപല്ല്. സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ഇതിനകത്തോട്ട് ഇടാൻ കേട്ടോ. അതായത് ക്യാരറ്റ് കേക്കിനെ നമ്മൾ റിച്ച് ആക്കാൻ പോവാണ് കേട്ടോ. റിച്ച് കേക്ക് കുറെ നട്ട്സ് ഇടും. നമ്മൾ എത്ര നട്ട്സ് ഇടുന്നോ അത്ര കേക്ക് റിച്ച് ആവും. അങ്ങനെയാണോ ചേച്ചി പറഞ്ഞത്? അപ്പൊ നമുക്ക് ബട്ടർ പേപ്പറിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. ചുമ്മാ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒഴിക്കല്ലേ. കുഞ്ചൂസിനെ പോലെ ഉള്ളവനാണ് ഒഴിച്ച് കളയുന്നത്. കേട്ടിട്ട് അതുകൊണ്ടാണ് പറഞ്ഞത്. നോർമൽ ആൾക്കാർ അങ്ങനെ ആലോചിക്കത്തില്ല. എന്നിട്ട് ആരത് പറഞ്ഞേ? എന്താ മോനെ നട്സ് കൊടുക്കാൻ? നട്സ് തരാൻ മോനെ. നമ്മളെ ഈ പാത്രം കഴിക്കുന്നു. ഇപ്പൊ ഒരു മിനിറ്റ്. വെളുത്തി പിടിക്കടോ. കൈ വെച്ചു കൊടുത്തു. നല്ല അടിപൊളിയായിട്ട് കേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കുഞ്ചുസ് പുറത്തോട്ട് ഇറങ്ങി പോയ സമയത്ത് കാണിച്ചാണ് കേട്ടോ. ഇത് തണുക്കാൻ വേണ്ടി വെച്ചേക്കുവാണേ. അപ്പൊ അവളോട് വന്നിട്ട് കാണിക്കാം കേട്ടോ. പുറത്തോട്ട് പോവാ. ഞാൻ അവിടുത്തെ സൈക്കിളിൽ നിന്ന് അടിച്ചല്ലേ വീണോ? ആ തുള്ളിച്ചാട്ടത്തിന് ഇത് കണ്ട അല്ല കേക്ക് ഞാൻ കാണിച്ചല്ലാരെ.
നിങ്ങളെ കാണിക്കാൻ ഞാൻ ഇങ്ങനെ ഡിസൈൻ ഒക്കെ ചെയ്തിട്ട് വെച്ച് അതെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അല്ല ഇനിയിപ്പോ കഴിച്ചു നോക്കിയാൽ അറിയുള്ളൂ. മതിയോ? ചൂടോടെ കഴിക്കാൻ പറ്റുമോ കേക്ക്? ഇല്ലല്ലേ, ചൂട് കഴിയിട്ടു കട്ട് ചെയ്യുമ്പോ ഇല്ല ഇങ്ങനെ അകം ഇപ്പൊ ചൂടായിട്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ വേവാത്തത് നമുക്ക് തോന്നും. ആമി ചേച്ചി ഇല്ലാത്തോണ്ട് ഫുൾ ടൈം അച്ഛയുടെ തോളയില്ല അല്ലേ? ആമി ചേച്ചി ഇങ്ങോട്ട് വരട്ടെ. ആ ഇപ്പൊ ആനയെ അടുത്ത് പോയിട്ട് വന്ന കേട്ടോ. അപ്പൊ ആനയെ തൊടണോ മോനെ? തൊടണോ? ആനയെ തൊടുവോ? ഇപ്പൊ പോയിട്ട് വന്ന കേട്ടോ. അപ്പൊ പാപ്പാൻ ചോദിച്ചു തൊടിയിപ്പിക്കണോന്ന്. അപ്പൊ കുഞ്ചൂസിന് പേടിയായോണ്ട് തൊടിയിപ്പിച്ചില്ല കേട്ടോ. തൊടണോ ആനയെ? ആനക്ക് പഴം മേടിച്ചോണ്ട് പോയി കൊടുക്കണം അല്ലേ? എവിടെ ആന? നമ്മളെ വച്ച കോവലയിൽ കോവയ്ക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ആ പക്ഷേ എന്നാ പ്രശ്നം എന്ന് വെച്ചാല് എല്ലാം നല്ല സ്പ്രെഡായി. പക്ഷെ നിറച്ച് ഉറുമ്പാണ് കേട്ടോ. ഉറുമ്പ കയറിയോണ്ട് ഒരുമാതിരി ഇതുണ്ട്. ഈ പൂ ഉണ്ടായിട്ട് ഇങ്ങനെ ഒരുമാതിരി മുരടിച്ചു പോകുന്നു. വേണ്ടേ വേണ്ട ഇവിടെ 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 നോക്ക്. വേണ്ട കണ്ട ഇവിടെ വരെ നല്ലതായിട്ട് പടർന്നു കേട്ടോ. പക്ഷെ ഉണ്ടായ പൂവെല്ലാം പൊഴിഞ്ഞു പോയായിരുന്നു. ഇവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ എവിടെയൊക്കെ കാണും. വലുത് നമ്മളെ അറിയത്തുള്ളൂ. കണ്ട് ഇത് ഒരുമാതിരി ഇതിന് എന്തെങ്കിലും മരുന്നുണ്ടായാലും ഒന്ന് പറഞ്ഞു തരണം. ഇങ്ങനെ ഇങ്ങനെ മുരടിച്ചു പോകുന്നതിന്. ഇവിടുത്തെ അമ്മാനെ പറഞ്ഞാണ് ഇത് ചെതിലുള്ള മണ്ണാണ്. അതുകൊണ്ടാണ്. അതുകൊണ്ട് ഇത് വീട് മുഴുവൻ നമ്മളിപ്പോ മരുന്ന് കളിച്ചേക്കാം മുറുമ്പ് പോകാനുള്ളതല്ല. പക്ഷെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ അറിയാൻ പറ്റുള്ളൂ പോയില്ല. കോഴിക്കുഞ്ഞ് എല്ലാം ചത്തു പോയി കേട്ടോ. എല്ലാ കോഴിക്കുഞ്ഞും എല്ലാം ചത്തു പോയി. അത്ര നാളെ പൂച്ച 2 നടത്തിനെ പിടിച്ചു. പിന്നെ ബാക്കിയെല്ലാം ചത്തു. അതായത് ഇതില്ല അതങ്ങനെ. ഒരു വവ്വാലി പഴയ തൂങ്ങിക്കിടക്കുന്ന കാണാവേ. ചിരിക്ക അമ്മ സൈക്കിള് കേട്ടുന്നോണ്ട് ചിരിച്ചോട് നിക്കുക. ഓ എണീറ്റ് എന്നൊക്കെയാ ഔട്ടി വരുന്നത്. കേക്ക് ഉണ്ടാക്കിയതിന് ഇടയ്ക്ക് ചിക്കൻ കറിയും വെച്ച് കേട്ടോ. കഴിക്കാം. ഇത്രയും നേരം കഴിക്കാൻ മനസ്സിലായി. ഇത് നമ്മുടെ ഓവന്റെ പ്രശ്നമാണോന്ന് അറിയത്തില്ല. അതോ കുഞ്ചൂസിന്റെ ബേക്കിങ്ങിന്റെ ആണോന്ന് അറിയത്തില്ല കേട്ടോ. എപ്പൊ ഉണ്ടാക്കിയാലും മല പോലെ ഇരിക്കുന്നേ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാകും. മല പോലൊന്നും ഇവിടെ ഇച്ചിരി മാത്രമേ പോകുന്നുള്ളൂ. അല്ല ഓവന്റെ ആയിരിക്കും അത് അല്ലേ? ആക്ച്വലി ഞാൻ സമാധാനം കൊടുക്കാഞ്ഞിട്ടാ ഇപ്പൊ കണ്ടിക്കുന്ന കേട്ടോ. ഫുള്ള് കംപ്ലീറ്റ് തണുത്തിട്ടില്ല. എനിക്കാണെ അധികം തിന്നാനും പറ്റൂല കേട്ടോ. നന്നായി. എന്താ അവിടെ ഒരു കരച്ചില്? താടി എപ്പോഴും ഇങ്ങനെ തന്നെ കേട്ടോ. എന്താ ഉണ്ടാക്കിയില്ല അച്ഛനോട്. അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അത് പൊളിച്ചു. ഇതിലെ സോഫ്റ്റ് ഓക്കെ നല്ല സോഫ്റ്റാ. നീ വെച്ച് തിന്നിട്ട് ഇങ്ങനെ നീ ആദ്യം ടേസ്റ്റ് ഉണ്ടാക്കിയ ആള് തന്നെ ഇത്തിരി ടേസ്റ്റ് ചെയ്യും. ചൂടുണ്ട്. എനിക്കങ്ങനെ ചൂടുള്ള പെട്ടെന്ന് അങ്ങനെ ശകല ടേസ്റ്റ് ചെയ്യാം. നുള്ളി ഒന്ന് ടേസ്റ്റ് ചെയ്യും. ബാക്കി ഞാൻ കഴിച്ചോ. കൊള്ളാമോ? ആ മതി. നല്ല ഒരു മരുന്നില്ല. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. ഉച്ച കഴിഞ്ഞിട്ട് തിന്നായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ചൂടോടെ അത്ര കണ്ടോ പറക്കുവോ ചൂട്. അവ ചൂട് നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നാലും അതിന്റെ ഒരു ഇത് കറക്റ്റ് വരത്തില്ല. ഇപ്പൊ നല്ല ചൂടല്ലേ. ഞാൻ മണ്ണിൽ റിച്ച് ആവുന്നത് ഇത്രയും നടിച്ചിരുന്നുണ്ടോ. അച്ഛക്ക് എന്റെ കേക്ക് കൊടുക്കാൻ പോവാ.
എറ്റുമോൻ അച്ഛ വായി വെച്ച് കൊടുത്തേ. നീ എച്ചുമോൻ കഴിച്ചേ. എച്ചുമോൻ കടിക്ക്. ഇല്ല, എന്റെ കേക്ക് തിന്നുന്നില്ല. എങ്ങനെ ഉണ്ടച്ചേ? ഇച്ചിരി വലിയ കടി അടിച്ചേ, എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറ. സൂപ്പറാണോ? നമുക്ക് തിരിയാനേ അറിയത്തുള്ളൂ. തന്നെ തിന്നുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. ഇങ്ങനത്തെയൊക്കെ തിന്നാൻ മടിയായിരുന്നു, തോന്നിയിരുന്ന തിന്നത്തുള്ളൂ. അന്ന് ആ കേക്ക് തിന്ന്, പിന്നെ തിന്നിട്ടില്ല. അച്ഛനെ തിരി, അച്ഛനെ വാ, ചാച്ചൻ മുട്ടി ചത്തുപോകും. അപ്പയ്ക്ക് വായി വെച്ച് കൊടുത്തേ. അപ്പ എന്റെ കേക്ക് ഇച്ചിരി കടിച്ചു. അപ്പേ വാ കാണിക്കാൻ, കാണിച്ചു പറഞ്ഞ കേട്ടോ. എങ്ങനുണ്ട് പറഞ്ഞിട്ടു പറഞ്ഞിട്ടു? മധുരയൊക്കെയോ എല്ലാം കറക്റ്റാണോ? എന്റെ ദൈവന്റെ തക്കിരപ്പുന്നെ അങ്ങനെ കേൾക്കുന്നേ. കൊല്ലാവോ? സൂപ്പറാണോ? സൂപ്പറാണോ? കടിച്ചിന് രണ്ട് വെച്ചായി അമ്മയ്ക്ക്. എല്ലാം തിന്നുമ്പോളിങ്ങനെയാണ് കേട്ടോ. ഇങ്ങനത്തെ എന്തിട്ട് തന്നെ ഇടുന്ന കുറെ സാധനങ്ങളൊക്കെ. ആ സൂപ്പർ 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 സൂപ്പറാണേ. സൂപ്പറാണോ? ഞാൻ സൂപ്പറിന് കാണിച്ചു വന്ന സൂപ്പർ സൂപ്പർ ആണ്. സൂപ്പർ കാണിക്കും. ഓക്കെ ആണോ? ഓക്കെ കാണിച്ചു. ഓക്കെ 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 ഓക്കെ. ബാവയ്ക്ക് കൊടുക്കുവോ? കൊടുക്കുവോ? തിന്നുന്നുണ്ട് കേട്ടോ, തിന്നുന്നുണ്ട്. ചിറ്റാൻ വന്നിട്ട് തിന്നുന്നുണ്ട്, നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് എടുക്കറണം അങ്ങോട്ട്. ആ എടുക്ക്. അതും ചിറ്റാ തിന്നോ? കുറച്ചുകൂടെ തിന്ന്. ചിറ്റയല്ലേ തിന്നുള്ളൂ. ആ എന്നാ കഴിക്കും. പല്ലില്ലാത്തോണ്ട് ഇങ്ങനത്തെയൊക്കെ തിന്നാൻ കൊടുത്തത്. ഞാൻ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാം കേട്ടോ. വേണ്ട, ഈ മറിയാമ തിന്നു. വേണ്ട വേണ്ട, ചിന്ന ചിന്നോളം പറഞ്ഞ അമ്മ. ചിന്ന ആ മേടിക്ക്. ആ ഏട്ടായി ഇച്ചിരി ഹാർഡായിട്ടുണ്ട് പറയുന്നത്. ഇതാ ടോപ്പ്. ആ അതായത് നമ്മുടെ ഈ ഇവിടെ ക്രിസ്പി ആവത്തില്ലേ, ഈ മേള് വശം അവിടെ അവിടെ മാത്രമേ ഇത് കേട്ടോ. മറ്റേ എല്ലാം സോഫ്റ്റ് അല്ലേ? നാളെ തന്നെ അതിന് ക്രിസ്മസ് വിളിക്കാം. നാളെ ചക്ക കിട്ടാനില്ലല്ലോ, അതുകൊണ്ട് ചക്ക കിട്ടും. അപ്പൂമ്മൻ തിന്നിട്ടാവോ? അപ്പൂമ്മൻ ആദ്യം എന്നെ കൂടെ വെറുതെ പിടിപ്പിച്ച് എപ്പോഴേ തിന്ന്. ആദ്യം മുറിച്ച് തിന്ന, ചൂടോടെ തന്നെ മുറിച്ച് തിന്നിട്ടിരിക്കുക. താങ്ക് യു. ശരി, ഇനി അമ്മച്ചനെ വിളിക്കാൻ പോയ സമയമായിട്ട് 3:10 അതാരാ വന്ന് ഒളിഞ്ഞു നോക്കുന്ന? എന്താ മോനെ വേണ്ടേ? കേക്ക് വന്ന് സ്കൂളിൽ നിന്ന് വന്നോളൂ അമ്മ. കേക്ക് ആരാ പറഞ്ഞു തന്നെ കേക്ക് കുഞ്ചു ഉണ്ടാക്കിന്ന? രാവിലെ പറഞ്ഞോ? തെരഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. എടുത്ത അരച്ചു വെച്ചേക്ക്. ആരാ അമ്മ അപ്പം വെന്തോന്ന് നോക്കാൻ പറ്റും. അപ്പൊ അവിടെ വെച്ചെന്നേ ഉള്ളൂ. ആ അതിവിടെ വെച്ചേക്ക. മോൻ കഴിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നൊന്ന് പറ. മോനല്ലേ എന്റെ ഒഫീഷ്യൽ ടേസ്റ്റ്. ടാറ്റ പറ. ഐ ലവ് യു സോ മച്ച് പറഞ്ഞില്ലല്ലോ. കേട്ടില്ല അമ്മ? എല്ലാരും കേട്ടില്ലല്ലേ? ഒരു പ്രാവശ്യം പറഞ്ഞു. നമ്മൾ ഒരു പ്രാവശ്യം കേട്ടില്ലെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞതല്ലേ അങ്ങനൊക്കെയാ പറയുന്നത്. ആ വന്ന് അന്നെ കേറി സൈക്കിളെ വന്ന് അന്നെ കേറി. റിവേഴ്സിൽ ചവിട്ടി കാണിച്ചേ.
റിവേഴ്സിലൊന്ന് വന്നേ, റിവേഴ്സ് ചെയ്യുന്നുണ്ടോ? ആ പോട്ടെ, അപ്പന്മാരെടുത്തിട്ട് കെട്ടിപ്പോട്ടെ. ഒറ്റ തിരിഞ്ഞ ഒറ്റ തിരിഞ്ഞ ഒറ്റ 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 ഓടി കയറുന്നുണ്ട്. ഒറ്റയാ കേട്ടോ, ഒറ്റ കൊല്ല കൊല്ല വലിയ വഴക്കാളിയാണ്. ഇവർ ഒരാൾ ഇവിടെ ഇങ്ങനെ ഇരിക്കണം കേട്ടോ, ഈ മറിയാമ്മേനെ നിരക്കിക്കണമെങ്കിൽ. ഓടി ഓടി അടുത്ത റൗണ്ട് ഓടി. അച്ഛയാണോ നിരത്തിക്കുന്നേ? അച്ഛയാണോ പൊന്നിനെ നിരക്കിക്കുന്നേ? എന്റെ അച്ഛയാണ് ഇത്, ഇത് എന്റെ അച്ഛയാണ്, എന്റെ അച്ഛയാ, എന്റെ അച്ഛയാണ്, എന്റെ അച്ഛയാ. പിന്നെ എന്റെ മാത്രം അച്ഛയാ. ഞാൻ എന്റെ അച്ഛൻ എടുത്തോണ്ട് പോവാ, നീ പൊക്കോ. എനിക്കൊന്നും വേണ്ട, ചുരുക്കി വേണ്ട, ഇന്ന വേണ്ട. രണ്ടു കാര്യം അറിയോ? അപ്പൊ അങ്ങനെ കുഞ്ഞൂസിന്റെ കേക്ക് കഴിച്ചു, ബാത്റൂമിൽ പോയി, തിരിച്ചു വന്നു. ഇങ്ങനെ ഇരിക്കുന്നു. സൂപ്പർ കേക്കായിരുന്നു, സത്യമായിട്ട് നല്ല കേക്കായിരുന്നു. ചേട്ടൻ കാണണം നല്ലതായിരുന്നു കേട്ടോ. എല്ലാരും ട്രൈ ചെയ്യണം. ഏതൊരു ചേച്ചിയുടെ കണ്ട് ചെയ്തതാണ്, പക്ഷെ ആ ചേച്ചി നല്ല ഭംഗിക്കാണ് ഉണ്ടാക്കിയത്. നമ്മൾ ഇത്തിരി അതിന് കുറച്ച് താഴത്തെ ഭംഗിക്ക് ഉണ്ടാക്കിയത്. അപ്പം അങ്ങനെ ഇരിക്കുന്ന കേട്ടോ. പിന്നെ നമ്മള് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് രണ്ട് വിശേഷങ്ങൾ. ഒന്ന് നമ്മൾ ചേച്ചിയുടെ വീട് പണിയുടെ കാര്യം എന്തായിരുന്നു, കുറെ ദിവസം, അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കമന്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ആരും ചോദിച്ചില്ലായിരുന്നു. അപ്പൊ അതിന് മുമ്പ് അത് പറയുവാണ്, തറ കെട്ടി ബെൽറ്റ് വാർത്തിട്ട് കേട്ടോ. ഇനിയിപ്പം അടുത്ത ഫണ്ട് വരണം. പഞ്ചായത്തിന്റെ വീടാണ് കിട്ടിയേക്കുന്നത്. 500 സ്ക്വയർ ഫീറ്റ് ആകെ പണിയാൻ പറ്റുള്ളൂ, 450 സ്ക്വയർ ഫീറ്റ് ആകെ പണിതിട്ടുള്ളൂ. അപ്പം അതിനി പാസ്സായി ഇനി വരണം, എന്നാല് അടുത്ത 90 രൂപ എങ്ങാണ്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് കട്ടറയുടെ ആ പൊക്ക മൊത്തം ആക്കി തീർക്കണം. അപ്പം 1000 കട്ടയെങ്ങാണ്ടൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അങ്ങനെ പോകുന്നു. അവിടെ നളിയനാണെങ്കിലും നടുവേനെ ഭയങ്കരമായിട്ട്, ചേച്ചിക്ക് നടുവേനെ. നാളെ ഇനിയിപ്പോ മെഡിക്കൽ കോളേജിലൊക്കെ ചിലപ്പോൾ വരുമെന്നൊക്കെ പറഞ്ഞ് അറിയത്തില്ല. അപ്പൊ ഇടയ്ക്ക് ഞാൻ പോകും കേട്ടോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യണം, നമ്മുടെ ശരീരം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഇപ്പൊ ഈ തറ കെട്ടുന്ന സാഹചര്യത്തിൽ ഒന്നും പോകാനായിട്ടൊന്നും പറ്റിയില്ല. അമ്മ വീണു, പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഒരുപാടായതുകൊണ്ട് എനിക്കൊന്ന് പോയി ഒന്ന് സഹായിക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പൊ ഞാൻ അടുത്ത ഉടനെ തന്നെ ഞാൻ പോകുന്നതായിരിക്കും. കൈ സഹായത്തിന് ചിലപ്പോൾ കുഞ്ചൂസിനെ കണ്ടാൽ ഒരു കട്ട എടുത്ത് വെക്കാനായിട്ട്. ഓക്കെ, അപ്പം പിന്നെ അവരവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അമ്മയ്ക്ക് ഈയിടെ ഒരു ചെറിയ നെറ്റുവേനൊക്കെ എടുത്തായിരുന്നു, പക്ഷെ കുഴപ്പമൊന്നുമില്ല, ഗ്യാസിന്റെ വിഷയങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ എല്ലാവരും അവിടെ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നു. അച്ചക്കുട്ടൻ സ്കൂളിൽ പോയി, അമ്പാടി അവിടെ ഉണ്ടായിരുന്നു, അങ്ങനെ പോകുന്നത് കേട്ടോ. പിന്നെ വെല്ലുവിളിച്ച് അവിടെ സുഖമായിട്ടിരിക്കുന്നു, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ ഇന്റർവ്യൂവിന്റെ കാര്യം കുറെ, അത് എനിക്ക് കുറെ പിന്നെയും കമന്റ് വന്നായിരുന്നു, ഇന്റർവ്യൂവിന് പോകുന്നുണ്ടോ. ഇന്റർവ്യൂവിന് ഞാൻ അഭിപ്രായം ചോദിച്ചപ്പോഴത്തേക്കും രണ്ട് രീതിയിലാണ്. കൂടുതൽ ആൾക്കാർ നമ്മളെ സ്നേഹിക്കുന്നവർ പറഞ്ഞു പോകണ്ട, അതിൽ സ്നേഹിക്കുന്ന ആൾക്കാർ തന്നെ പറഞ്ഞു ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണ്, അങ്ങനെ കണ്ടാൽ മതി, അത് നിങ്ങൾക്ക് അതായത് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടിട്ട് അങ്ങ് ആ പോസിറ്റീവ് ആയിട്ടുള്ള വശങ്ങൾ അങ്ങ് പറഞ്ഞ് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അങ്ങനെ പോവാം. അങ്ങനെ തന്നെയാണ് നമുക്ക് ആഗ്രഹം. അപ്പൊ നമ്മൾ ഈ രണ്ട് വശം, നിങ്ങൾ സ്നേഹിക്കുന്ന എല്ലാവരുടെയും വശം എടുക്കുന്നുണ്ട്. നിങ്ങൾ പോകണ്ടെന്ന് പറഞ്ഞിട്ട് പോകുന്നതാണെന്ന് ഒരിക്കലും വിചാരിക്കില്ല. നമുക്ക് അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാത്രം കാണുന്നു. കാരണം ഇപ്പൊ മൊത്തം 4 ചാനൽസിൽ നിന്ന് ഇപ്പൊ വിളിച്ചിട്ടുണ്ട്. അത് നമ്മൾ വലിയ സെലിബ്രിറ്റിയോ കാര്യങ്ങളോ ഒന്നും ആയിട്ടൊന്നും അല്ല നമ്മളെ വിളിക്കുന്നത്. അത് നമുക്ക് എനിക്ക് മനസ്സിലായ കാരണം കുറച്ച് ഇഷ്യൂസ് ഒക്കെ ആയപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് തേടിയ എല്ലാവരും വരത്തുള്ളൂ. അപ്പൊ നമ്മളിപ്പോ പോസിറ്റീവായിട്ട്, നല്ല പോസിറ്റീവായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ ഇന്റർവ്യൂ എല്ലാവരോടും എന്നെ വിളിച്ചവരോടെല്ലാം ഞാൻ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ അടുത്ത് ഇങ്ങനെ ഇന്നും പറയാൻ പറ്റില്ല. കുറെ കാര്യങ്ങളൊന്നും നമ്മുടെ പോസിറ്റിവിറ്റി കാര്യങ്ങളൊക്കെ കുറെ കാര്യങ്ങൾ കുറച്ചുണ്ടായ കുറെ വിഷമങ്ങളൊക്കെ പറയുന്നത് നമുക്ക് പ്രശ്നമൊന്നുമില്ല. അല്ല, അങ്ങനെയല്ല, ഒരു സ്ട്രഗിൾ ചെയ്യുന്നതാണ് നമ്മളിപ്പം. നമുക്കൊരു ഇതുണ്ട്, ഇപ്പൊ നമ്മൾ കുറച്ചെങ്കിലും സക്സസ് ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ ഒന്നും നമ്മൾ താഴെ ഭയങ്കര താഴേക്കടലോട്ട് അറിയത്തില്ല. നമുക്കൊരു ഇന്റർവ്യൂവിന് പോയി ഇരിക്കുമ്പോഴേ ചിലപ്പോൾ മനസ്സിൽ നിന്ന് അറിയാതെ വിഷമങ്ങളൊക്കെ വന്നു. അതെ, ഞാനാണെങ്കിലും ഇപ്പൊ നമ്മുടെ വീഡിയോസ് ആണെങ്കിലും പെട്ടെന്ന് ഒരു കാര്യം പറഞ്ഞു പോകുമ്പോ അതുമായിട്ട് കണക്ട് ചെയ്ത് കണ്ടിട്ട് അറിയാതെ പറഞ്ഞു പോകും. അതാണ് എല്ലാവർക്കും പേടി. അത് നമുക്കറിയാം. എങ്കിലും നമ്മൾ മാക്സിമം
കൺട്രോൾ ആയിട്ട് തന്നെ നിന്ന് അല്ല എങ്കിലും നമ്മുടെ ഇമോഷൻസ് നമ്മൾ കൺട്രോൾ ചെയ്ത് തന്നെ ഉറപ്പായിട്ടും പോകത്തുള്ളൂ. അങ്ങനെ തന്നെ കേട്ടോ. നമുക്ക് ഇന്റർവ്യൂ നമ്മൾ ഒരു ചാനലാണ്, അതൊക്കെ സർപ്രൈസ് ആയിട്ട് ഇരുന്നോട്ടെ. മൊത്തം ഇപ്പം 4 ചാനൽസിൽ നിന്ന് വിളിച്ചത്, മൊത്തം 4 ചാനൽസ്, പ്രമുഖം 4 ചാനൽസിൽ നമ്മൾ ഇന്റർവ്യൂസ് എല്ലാം കാണുന്ന 4 ചാനൽസിൽ നിന്ന് ഇന്റർവ്യൂ വിളിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ഇത്തിരി ജെന്യൂൻ ആയിട്ട് തോന്നിയ, കാരണം ഞാൻ ഇങ്ങനെ തിരിച്ച് സംസാരിച്ചപ്പോൾ ജെന്യൂൻ ആയിട്ട് തോന്നിയ ഒരാൾക്കാണ് നമ്മൾ ഇന്റർവ്യൂ കൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പോസിറ്റിവിറ്റി മാത്രം കണ്ടിട്ടാണെങ്കിൽ മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ അങ്ങനെ ഓക്കെ ആണ്. അതെ അതെ, അങ്ങനെയാണ് അവർ വരുന്നത്. ഞാനാണ് സംസാരിച്ചത്. അപ്പം 22-ാം തീയതിയാണ് കേട്ടോ നമ്മുടെ ഇന്റർവ്യൂ, നമ്മുടെ ജീവിതത്തിലെ ഫസ്റ്റ് ഇന്റർവ്യൂ. നമ്മുടെ ആദ്യത്തെ TV ഷോ നമ്മുടെ ഉടാൻ പണമായിരുന്നു. അപ്പൊ അതും നമ്മുടെ യൂട്യൂബിൽ വന്നിട്ട് നമുക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയായിരുന്നു. പിന്നീട് ഇപ്പൊ നമുക്കൊരു ഇന്റർവ്യൂ കിട്ടി, അത് എന്തും ആയിക്കോട്ടെ നമ്മളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് മാത്രം അതിനെ നമ്മൾ ചൂസ് ചെയ്യുന്നു കേട്ടോ. അപ്പം നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും മുൻകൂട്ടി തന്നെ പറഞ്ഞേക്കാന്ന് തന്നെ വെച്ചു, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. കഴിഞ്ഞിട്ടാണ് ഇന്റർവ്യൂ എടുത്തതിന് ശേഷമാണെന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. ഒത്തിരി പേർ ഞാൻ കണ്ടിട്ടുള്ളത് ഇന്ന ദിവസം വരുമെന്നൊക്കെ അങ്ങനെ വന്ന പറയുന്നുള്ളൂ. പക്ഷെ നമ്മൾ നേരത്തെ പറയാനുണ്ട്, നിങ്ങളോട് എല്ലാം പറയാറുണ്ട് നമ്മള്. അപ്പം ഇന്നാണ് അച്ഛൻ കൺഫേം ചെയ്തത്, അതുകൊണ്ട് ഇന്നാണ് നിങ്ങളടുത്ത് പറഞ്ഞത്. ഇന്നാണ് കൺഫേം ചെയ്തത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞത്, കാരണം എനിക്ക് പിന്നെയും കോൾസ് ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുമായിരുന്നു, മെസ്സേജസും കോൾസും വീണ്ടും അച്ഛന് വരുമായിരുന്നു, വിളിച്ചോണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പൊ നമ്മൾ താല്പര്യമില്ലെങ്കിലും അവര് ഇന്റർവ്യൂ എടുത്ത് പറ്റുള്ള രീതിയിൽ കുറെ പേര് വിളിച്ചു. പക്ഷെ ഇപ്പം നമ്മൾ കൊടുത്തേക്കുന്ന ആൾക്കാർ ജെന്യൂൻ ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളുടെ കാര്യങ്ങളൊക്കെ പിന്നീട് കാണാം കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ. പിന്നെ എല്ലാവരും സുഖമായിട്ട് തന്നെ പോകുന്നു. പനിയൊക്കെ മാറി എല്ലാവരുടെയും. ചുമയുണ്ട്, ഇപ്പൊ പനി വന്ന എല്ലാവർക്കും അങ്ങനെ തന്നെയാ. ചുമ മാറുന്നില്ല എന്ത് കേട്ടോ. അമ്മ വേണ്ട 16 ദിവസം മുമ്പ് ചുമയില്ലായിരുന്നു അമ്മയ്ക്ക്. അമ്മ വേണ്ട ഇപ്പോഴും ചുമച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് ചുമ, രാത്രി ഇങ്ങനെയാണ് കേട്ടോ കാര്യങ്ങളൊക്കെ. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മൾ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ കമന്റ് ഇടാൻ വേണ്ടി മറക്കില്ല, കമന്റ് ചെയ്യുക, അതേപോലെ ലൈക്ക് അടിക്കുക. എന്നിട്ട് നേരെ എൻ്റെ ആ നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് അയച്ചോ. അതിൽ നിന്ന് നമ്മൾ ഓരോ ദിവസവും ഓരോരുത്തരെ, ഇന്നിപ്പോ അയക്കുന്നവരെല്ലാം നാളെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. അത് ലച്ചുവോ ആമിച്ചനോ ആയിരിക്കും അത് നറുക്കെടുക്കുന്നത് കേട്ടോ. അപ്പം സമയമുണ്ട്, അതായത് ഇന്നിപ്പം നമ്മുടെ വീഡിയോ ഇട്ട് നാളത്തെ 12 മണി വരെ, അങ്ങനെ നാളത്തെ 12 മണി വരെ എനിക്ക് സ്ക്രീൻഷോട്ട് അയക്കുന്നവരായിരിക്കും നാളത്തെ 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ നറുക്കെടുക്കും. ആ സമയത്തേക്ക് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഓരോ ദിവസം ക്രിസ്മസ് വരെ കേട്ടോ. കാരണം ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഏകദേശം 15,000 രൂപയുടെ ഗിഫ്റ്റ് നമ്മൾ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം. അതിന് മുമ്പത്തെ പ്രാവശ്യം 12,000 രൂപയുടെ ഗിഫ്റ്റ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫാമിലിയാണ് നിങ്ങൾ ഓരോരുത്തരും. അതായത് ക്രിസ്മസിന് മാത്രം നമ്മൾ ചെയ്യുന്നത്, നമുക്ക് എപ്പോഴും കൊടുക്കാനായിട്ട് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ വർഷത്തിൽ ഒരിക്കലും നിങ്ങൾ ഒരാൾക്കെങ്കിലും ഒരു ചെറിയൊരു ഗിഫ്റ്റ്, നമുക്ക് നിങ്ങൾ വീഡിയോ കാണുന്നതുകൊണ്ടാണ് നമുക്കൊരു ഇൻകം ഉണ്ടായതും നമ്മൾ ഇനി നിലയിലെത്തിയതും. അപ്പോൾ അതിൽ നിന്ന് ചെറിയൊരു ഭാഗം, വലിയ ഭാഗമൊന്നുമല്ല, നമ്മളെ കൊണ്ട് ഇന്നും സാധിക്കുന്ന ചെറിയൊരു ഗിഫ്റ്റ് നിങ്ങളോട് എത്തുക. അതൊരു സന്തോഷത്തിന്റെ പുറത്ത് മാത്രം ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം കുറേ ഗിഫ്റ്റുകൾ കൊടുക്കാൻ പറ്റിയായിരുന്നു. ഏകദേശം ഡിസംബർ 1 തൊട്ട് ന്യൂ ഇയർ വരെ കണ്ട് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിരുന്നു. അപ്പോൾ അത് ഏകദേശം ഒരു 500 രൂപ വില വരുന്ന ഗിഫ്റ്റ് ആയിരുന്നു അന്ന് ഞങ്ങൾ കൊടുത്തിരുന്നത്. അപ്പൊ ആ ഒരു റേഞ്ചിൽ തന്നെ ഈ പ്രാവശ്യം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അത് എത്തിക്കഴിഞ്ഞ് കിട്ടുമ്പോൾ അവരുടെ സന്തോഷം, നമ്മൾ അയക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം മൊത്തം അതുകൊണ്ടാണ്. അപ്പം എല്ലാവരും ഓടിപ്പോയിട്ട് നേരെ പോയിട്ടോ. ഇന്ന് തൊട്ടേ ഉള്ളൂ കേട്ടോ, ക്രിസ്മസ് വരെ കുറച്ച് ദിവസമേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ടൈം നമുക്ക് കുറച്ചുകൂടെ കൂട്ടാം കേട്ടോ, അല്ലേ? അപ്പം നമുക്ക് എനിക്ക് ജിമ്മി പോകാൻ ടൈമായി കേട്ടോ. ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ ഇവള്, അല്ലെങ്കിൽ എനിക്കിതൊന്നും കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഇപ്പൊ എന്റെ ഫുഡിന്റെ കാര്യം, നമ്മളിപ്പോ ഒരു ജിമ്മിനെ അപേക്ഷിച്ച് നമ്മൾ ജിമ്മിൽ പോയി കുറെ വർക്കൗട്ട് ചെയ്യും, നല്ല ഹെവി ആയിട്ട് ചെയ്യും. പക്ഷെ നമുക്ക് ഒരാൾ സപ്പോർട്ട്, വീട്ടിൽ ഒന്നെങ്കിൽ അമ്മ അല്ലെങ്കിൽ വൈഫ്, അച്ഛൻ, എനിക്ക് അങ്ങനെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ. അപ്പം ഇപ്പൊ എനിക്ക് ഇവിടെ നല്ല സപ്പോർട്ടാണ്. എല്ലാ ഫുഡ് കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി തരും എല്ലാം. ഞാനിപ്പോ കടയിൽ ചെന്നാലും അസിസ്റ്റന്റ് പറ്റുന്ന അങ്ങനെ ഇപ്പൊ ആമിക്ക് വേണ്ടി മാത്രമേ ഇപ്പൊ ഞാൻ കടയിൽ പോകുമ്പോൾ ആമീനെ കൊണ്ടുപോകാനായിട്ട് സ്കൂളിൽ കൊണ്ടുപോകും. എനിക്ക് BMI ഭയങ്കര കൂടുതലാണ്, 30 സംതിങ് ഉണ്ട്. അപ്പം എബവ് 30 ഭയങ്കര മോശം. 24 ഒക്കെ നമുക്ക് BMI നിൽക്കാവുള്ളൂ. അപ്പൊ എനിക്ക് വെയിറ്റ് ഏകദേശം 17 കിലോ കുറയ്ക്കണം. ഈ ഒരു 30 ദിവസം കൊണ്ട് 17 കിലോ എന്തായാലും കുറയത്തില്ല, അത്രേ എനിക്ക് പറ്റുള്ളൂ. ഞാൻ ഇപ്പൊ 96 kg ഉണ്ട്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് കലോറി കുറച്ചു, ഫുഡ് എടുക്കുന്നത് കുറച്ചു, എല്ലാം കുറച്ച്. റൈസൊക്കെ 200 ഗ്രാമേ ഉള്ളൂ. പിന്നെ എല്ലാം പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനനുസരിച്ച് എന്റെ കൊണ്ടാട്ടി എല്ലാം ചെയ്തു തരുന്നുണ്ട്. എനിക്ക് എല്ലാത്തിനും ഭയങ്കര ഒത്തിരി ഇപ്പൊ കുറച്ചുകൂടി ഇപ്പൊ അമ്മ ഒക്കെ ഉണ്ടായിരുന്നു, കുറച്ചുകൂടി ഇതായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് പോയി തുടങ്ങി കുറച്ചുകൂടി സപ്പോർട്ടായാണ്. പക്ഷെ എനിക്ക് ചെയ്യാൻ വേണ്ടി സമയത്തൊക്കെ ചെറുതായിട്ടൊക്കെ
പിന്നെ ചെറിയ ടീഷർട്ടൊക്കെ വാങ്ങിച്ച് അഴകി വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ടാറ്റ. എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കും. ടാറ്റ. അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്റർവ്യൂ എല്ലാവരും കാണണം. അതിനിപ്പുറം നമ്മൾ എന്തായാലും ചെറിയൊരു വ്ളോഗ് ചെയ്യും കേട്ടോ, അവര് വരുന്നതും കാര്യങ്ങളൊക്കെ. അത് അന്നത്തെ ദിവസം ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ടാറ്റ.